ഹേ ഗായ്സ്, നമസ്കാരം ഉണ്ടേ ഗായ്സ്. അപ്പം ഞാനിങ്ങനെ നമ്മുടെ പടാങ്ങ് വഴി കൂടെ റോഡിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചു. അപ്പം അവന് ഇതേപോലെ ടൂറിസ്റ്റ് ബസ്സിൻ്റെ പരിപാടിയാണ്. അപ്പം അവൻ്റെ കഴിഞ്ഞ മാസം ഒരു ബസ് എടുത്തായിരുന്നു. ഒരു ലേലത്തിൽ ഉണ്ടായിരുന്നൊരു വണ്ടി അവൻ എടുത്തായിരുന്നു. ചെറിയ പൈസയ്ക്ക് എടുത്തതാണ്. അപ്പം അവൻ ഈ വഴിക്ക് റൂട്ടിൽ വന്നപ്പം അവൻ്റെ വണ്ടി ഓടിച്ച ഡ്രൈവറിൻ്റെ ബാലൻസ് തെറ്റി ഒരു കാട്ടിൽ കയറി കുത്തി. രണ്ടുപേരും മരിക്കുകയൊക്കെ ചെയ്തു, പാസഞ്ചറായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വണ്ടി കേസിൽപ്പെട്ട് ഇന്നലെ അവൻ കേസിൽ നിന്ന് വണ്ടിയൊക്കെ റിലീസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അവൻ വണ്ടിയും കൊണ്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ലയെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്നോട് വാങ്ങുന്നോന്നൊക്കെ അവൻ ചോദിച്ചു. ആദ്യമായിട്ടാണ് അവനിങ്ങനെയൊക്കെ ചോദിക്കുന്നത്. അപ്പം എന്തായാലും ഒന്ന് എടുത്തേക്കാന്ന്, വണ്ടി കണ്ടീഷനൊക്കെ നോക്കിയിട്ട് നല്ലതാണെങ്കിൽ എടുത്തേക്കാന്ന് വെച്ചിട്ടാണ് നമ്മളൊന്ന് വന്നേക്കുന്നത്. അപ്പം എന്തായാലും നമുക്ക് വണ്ടി ഒന്ന് പോയി നോക്കി. ഈ ഭാഗത്ത് എവിടെയോ ആണ് ഗൈസ് വണ്ടി അവൻ ഇട്ടേക്കുന്നത്. എന്താ പറഞ്ഞേ, ആ വളവിൽ നിന്ന് അവിടെ നിന്ന് ഷോർട്ട് കട്ട് റോഡുണ്ട്, അവിടെ നിന്ന് കണ്ടെന്ന് പറഞ്ഞേ. ഇവിടെ ബ്ലോക്കാണല്ലോ, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാനൊന്നും സമയമില്ല. എന്തായാലും നമുക്ക് നേരെ ഒന്ന് മുന്നോട്ട് പോയി നോക്കാം. ഈ ഭാഗത്ത് എവിടെയോ ആണെന്നാണ് പറഞ്ഞത്. ഓ, എത്ര ശാന്തമായ ഒരു ദിവസം. എന്റെ കേരളം എത്ര സുന്ദരം, എന്റെ കേരളം. പ്രശ്നങ്ങളൊന്നുമില്ലാത്ത നല്ല സമാധാനമുള്ളൊരു പ്രഭാതം. എത്ര നാളത്തിൻ്റെ സ്വപ്നമായിരുന്നറിയോ. കൊള്ളാം കേട്ടോ സ്ഥലം. അവിടെ ഒരു വണ്ടി കിടക്കുന്നുണ്ട്, അതാണ് തോന്നുന്നു ഗൈസ്. വണ്ടിക്ക് പേരൊന്നും വെച്ചിട്ടില്ല ഇതുവരെ. അതൊക്കെ ഫസ്റ്റ് ഓട്ടം കിട്ടിക്കഴിഞ്ഞിട്ട് അതിൻ്റെ ഫണ്ട് കിട്ടിയിട്ട് സെറ്റാക്കാമെന്ന് വെച്ചിട്ടായിരുന്നു അവൻ. അപ്പോഴത്തേക്ക് വണ്ടി ഇങ്ങനെ ആവുകയും ചെയ്തു. ഓ ഗായ്സ്, ഇത് ഇടിച്ചങ്ങ് വണ്ടിയുടെ അണപ്പല്ല് തെറിപ്പിച്ചു എന്ന് പറഞ്ഞാൽ മതി. അടപ്പ് തെറിച്ചു വണ്ടിയുടെ. നമുക്ക് എന്തായാലും ഇങ്ങനെയൊന്നും ഫ്രണ്ട് കാണാൻ പറ്റും. നമുക്ക് ജസ്റ്റ് ഒന്ന് വണ്ടിയിൽ നിന്ന് ബാക്കോട്ട് എടുത്തേച്ച് നമുക്ക് നോക്കാം വണ്ടിയുടെ അവസ്ഥ എങ്ങനെയുണ്ടെന്ന്. വണ്ടി കണ്ടീഷനാണല്ലോ ഗൈസ്, ഭയങ്കര കണ്ടീഷനായി പോയത്. സ്റ്റാർട്ടിങ് ട്രബിളും ഉണ്ട് കേട്ടോ വണ്ടിക്ക്. ഇതെങ്ങനെ പോകുന്നു ദൈവം തമ്പുരാനറിയാം. നമ്മളിപ്പോൾ വണ്ടിക്കകത്തൊക്കെ ഒന്ന് കയറിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കാം. സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. അത് പിന്നെ തുള്ളി ഉണ്ടെങ്കിൽ ഓഫാവുമോ ഗൈസ്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റേസ് ആക്കി വെച്ച് ഒന്ന് റിവേഴ്സ് എടുക്കാം നമുക്ക്. സ്റ്റാർട്ടിങ് ട്രബിൾ അത്യാവശ്യമുണ്ട്. കുറേ നാളായി എനിക്കിങ്ങനെ അബണ്ടനായിട്ട് കിടക്കാൻ തുടങ്ങിയിട്ട് വണ്ടി പിന്നെ ഓഫായിട്ടുള്ളത്. നമുക്ക് ഒന്നുകൂടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് മെല്ലെ ഒന്ന് ബാക്കോട്ട് എടുത്തിട്ട് ഒന്ന് നോക്കാം എന്താ അവസ്ഥ എന്നൊക്കെ. നന്നായിട്ടൊന്ന് റേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ എൻജിനൊക്കെ ഒന്ന് റെഡിയാവും, ബാറ്ററി ഒക്കെ ചാർജ് കയറുമെന്നൊക്കെ അവൻ പറഞ്ഞത്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ബാക്ക് എടുത്ത് നോക്കാം. വണ്ടി അതാ പിന്നെ ഓഫായി. ഇങ്ങനെയാണെങ്കിൽ നമ്മളിങ്ങനെ കൊണ്ടുപോകും. പിന്നെ ഇത്രയും നാൾ ഓടാതെ കിടന്ന വണ്ടിയില്ലേ ഗൈസ്. ഇതിൻ്റെ ഡ്രൈവർ ഇപ്പോൾ ജീവനോടെ ഉണ്ടോ ദൈവം തമ്മിലറിയാം. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റി കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ നമ്മുടെ ബസ്സിൻ്റെ അകത്ത്. നമ്മുടെ ആ ബുക്കിടിങ്ങി ടു പടാങ്ങ് റൂട്ട് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റ് മാപ്പിലൂടെ സെക്കൻഡ് മാപ്പിലാണ് ഇതുള്ളത്. ഫസ്റ്റ് മാപ്പിന് സെക്കൻഡ് മാപ്പിൽ വരുമ്പോൾ ഈ സ്ഥലമുള്ളത്. വണ്ടി ഇപ്പം ജസ്റ്റ് ഒന്ന് ബാക്കോട്ടൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഓരോന്ന് ഫുൾ ബോഡി ഒന്ന് ചെക്ക് ചെയ്തേക്കാം. അടിപൊളി. ഫുൾ ഫ്രണ്ട് മൊത്തം ഇടിച്ചങ്ങ് ഹെഡ്ലൈറ്റൊക്കെ അകത്തങ്ങ് കയറ്റി വെച്ചേക്കുവാ. ഇത് ഓടിച്ചവനിപ്പോൾ ജീവനോടുണ്ടോ ദൈവമേ, ആൾക്കറിയാം. ഫുള്ള് പൊടിയും പിടിച്ച് ഫുള്ള് വൈറ്റ് ബോഡി. നമുക്കിത് പണിതങ്ങ് ഇറക്കണം. ഇപ്പം ഞാൻ നമ്മുടെ ശശിയണ്ണനോട് പറഞ്ഞേച്ചാൽ വന്നേക്കുന്നത്, ഒരു വണ്ടി കൊണ്ട് വരും പണിതങ്ങ് തന്നേക്കണമെന്ന് പറഞ്ഞായിരുന്നു. ശശിയണ്ണൻ പറഞ്ഞു നീ ഒന്നും നോക്കട്ടെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നേക്കാനും പറഞ്ഞിരുന്നു ശശിയണ്ണൻ. ഇതിൻ്റെ പേപ്പറൊക്കെ ഇനി ശരിയാക്കാനുണ്ട് ഗൈസ്. നമ്മളെന്തായാലും ഇത് വണ്ടി എടുക്കുവാന്ന് അവനെ ഒന്ന് അറിയിച്ചിട്ട് ഇതിൻ്റെ പേപ്പറൊക്കെ ഒന്ന് സെറ്റാക്കാനുണ്ട് ഇനി നമ്മുടെ അവിടെ എത്തിയിട്ട്. നമുക്ക് വണ്ടി എന്തായാലും എല്ലാം ഒന്ന് എടുത്ത് പോയേക്കാം. ചെറിയ ക്യാപ്പുള്ളൂ. ഇൻറ്റീരിയറൊന്നും വലിയ കുഴപ്പമില്ല കേട്ടോ. അത് റിവേഴ്സ് ക്യാമറ വരെ ഉണ്ട്. അത് വണ്ടി വിട്ട് കളഞ്ഞത് അവൻ്റെ മണ്ടത്തിലാണെന്ന് ഞാൻ പറയുള്ളൂ ഗൈസ്. ചെറിയ റൂട്ടാണ്. തട്ടി ജസ്റ്റ് ഒന്ന് ബ്രേക്ക് വന്നിട്ട് എങ്ങനെയാണോ വണ്ടി തെറിച്ചടിച്ച് ഇങ്ങോട്ട് വന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഇത് ഓടിച്ചവൻ ജീവനോടുണ്ടെന്ന് ആലോചിക്കുമ്പോൾ വണ്ടി ബസ് നോക്കട്ടെ. ജസ്റ്റ് നമുക്കൊന്ന് എല്ലാം കയറ്റിയേക്കാം.
സൈഡ് തട്ടി ഗൈസ്. നേരെ അങ്ങോട്ട് ഇതിലങ്ങ് വെച്ച് പിടിച്ച് കഴിഞ്ഞാൽ വണ്ടി പിന്നെ ഓഫായല്ലോ. ഇങ്ങനെയാണെങ്കിൽ ശരിയാവത്തില്ല. ഇറക്കമായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെ നല്ല ട്രബിളുണ്ടല്ലോ, സ്റ്റാർട്ടിങ് ട്രബിളുണ്ട്. ഇതിൻ്റെ ഇവിടെ ആക്സിഡൻ്റോ? ഈ ലോറിക്ക് അവിടെ തട്ട് കൊടുത്തിട്ടാണ് പോയേക്കണം. അപ്പോൾ എന്തായാലും നമ്മൾ പിന്നെ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. റേസാക്കി നോക്കിയിട്ട് നമുക്ക് ഇനി മുന്നോട്ട് കയറ്റമുള്ള ഒന്ന് ചവിട്ടി പിടിച്ചിട്ട് കയറിയാൽ മതിയാവും. ഒന്നാമത് ഈ എൻജിന് നല്ല പണി കിട്ടിയ വണ്ടി ആയതുകൊണ്ട് 60 വരെ കയറുന്നുള്ളൂ സ്പീഡ്. അതിൻ്റെ അപ്പുറത്ത് വണ്ടി സ്പീഡും കയറുന്നില്ല. അങ്ങനത്തെ ഒരു ടാസ്ക് സിറ്റുവേഷനിൽ നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ എന്നെത്താനാണ് ദൈവം തന്നെ നല്ലത് ഈ വണ്ടി ഓടിച്ച് വെച്ച്. ഇനി ഒന്നും നോക്കണ്ട, ചവിട്ടി അങ്ങ് വിട്ടേക്കുക. പെട്ടെന്ന് നമുക്ക് അടുത്ത ശശാനൻ്റെ വർക്ക്ഷോപ്പ് പിടിക്കാനാണ് നോക്കേണ്ടത്. നമ്മൾ ഏകദേശം ഗ്യാരേജിനോട് അടുക്കാനായി. നമ്മൾ ടൗണിൽ റോഡ് ഹൈവേയിൽ കയറിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഈ ഭാഗത്ത് എവിടെയാണ് ശശാനൻ്റെ ഈ ബ്രാഞ്ചിലോട്ട് ഏതായാലും പോയിട്ടില്ല ഗ്യാരേജിൻ്റെ. ഇത് ഹസാർഡ് ലൈറ്റൊക്കെ ഓണാക്കിയേക്കാം, ട്രിപ്പ് പോകുന്ന വണ്ടിയിലെന്നുള്ളത് അറിയട്ടെ. അപ്പം ഗൈസ് നമ്മൾ ഗ്യാരേജ് എത്തിയിട്ടുണ്ട്. നമുക്ക് വണ്ടി ഒന്ന് കയറ്റി ഒന്ന് പാർക്ക് ചെയ്ത് വെച്ചേ. ശശിയണ്ണൻ ഇവിടെ ഇല്ല, ശശിയണ്ണൻ്റെ അസിസ്റ്റൻറ്റുമാരെ ഇവിടെ ഉള്ളൂ. ശശിയണ്ണൻ നമ്മളോട് വണ്ടി കയറ്റിയിട്ട് നമ്മുടെ വണ്ടി പണിയാനായിട്ട് ശശിയണ്ണൻ ദിവസം വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താവുമെന്ന് കണ്ടറിയാം ഗൈസ്. നമുക്കൊന്ന് വണ്ടി നേരെ കുറച്ചൊന്ന് ബാക്ക് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലോട്ടൊന്ന് കയറ്റി വെച്ചേക്ക്. ശശിയണ്ണൻ വന്നിട്ട് ബാക്കി ചെയ്തോളും. താക്കോൽ ഏൽപ്പിച്ച് നമുക്കിങ്ങ് പോയാൽ മതിയല്ലോ വണ്ടിയിൽ. ഇനി നമുക്കൊന്ന് നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലൊന്ന് പോകണം. അവനോട് പറയണം വണ്ടിയൊക്കെ നമ്മൾ ഏറ്റെടുക്കുകയെന്ന് പറയണം. സന്തോഷമാവട്ടെ. അവനിപ്പോൾ കുറച്ച് ടൈറ്റിലൊക്കെയാണ് ഉള്ളത്, കാശിനൊക്കെ ഭയങ്കര ടൈറ്റിലാണ് അവൻ. അപ്പം നമ്മളിപ്പോൾ വണ്ടി എടുത്തുകഴിഞ്ഞാൽ അവനും വലിയ ഹെൽപ്പാവും ഗൈസ്. അപ്പം നമ്മൾ വണ്ടിയൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ വണ്ടി പണിത് ഇറക്കുന്ന ഒരു കിടിലൊരു വീഡിയോ നമ്മൾ ഉടനെ വരുന്നതായിരിക്കും ഇതിൻ്റെ ബാക്കിയായിട്ട്. അപ്പം സ്റ്റേ ട്യൂൺഡ്.